നമസ്കാരം. ഫുൾ സ്റ്റോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 11, ഇന്നത്തെ നിഫ്റ്റി ട്രേഡിൻ്റെ അനാലിസിസ് ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ രണ്ട് യൂത്ത് എന്ന് പറയാം, രണ്ട് കുട്ടികൾ, ട്രേഡിങ്ങിൽ വളരെയധികം താല്പര്യമുള്ള രണ്ടാൾക്കാർ. അവർ സ്വയം പരിചയപ്പെടും. എൻ്റെ പേര് സുദർശൻ, തൃശ്ശൂർ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അഭിനവ്, ഞാനും തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എത്ര കാലമായി സുദർശൻ ട്രേഡിങ്? ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 2 കൊല്ലമായി. 2 കൊല്ലമായി. 2 കൊല്ലം. ഇതെയോ? ഞാനും അതെ, ഒരു 2.5-3 വർഷം എടുത്തായി. 2022 തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ അറിയാം അല്ലേ? ഓക്കെ. അപ്പം ഫുൾ സ്റ്റോക്ക് എന്ന് പറയുന്ന SNK 501 Pro Plus ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കാനാണല്ലോ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്ത് നോക്കാം. ഇത്ര ദിവസത്തെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിരുന്നു. അപ്പം ഇന്ന് നിങ്ങളാണ് റീഡ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഇത്ര ദിവസം യൂട്യൂബ് ചാനൽ കണ്ടു, കുറച്ചു കാലം ട്രേഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ലൈവ് ട്രേഡ് കണ്ടു. അപ്പം ഏകദേശം ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത് പഴയ ഇൻഡിക്കേറ്റർ അല്ല, നമ്മൾ ഇപ്പം മോഡിഫൈ ചെയ്തത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഇതിൻ്റെ സ്മാർട്ട് വെർഷനാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അതും ഇത്ര ദിവസം ഞങ്ങൾ കാട്ടിയ യൂട്യൂബിൽ ഞങ്ങൾ കാട്ടിയ അല്ലെങ്കിൽ യൂസ് ചെയ്ത ഇൻഡിക്കേറ്ററിൽ നിന്ന് അടുത്ത സ്റ്റേജ്, അതിൻ്റെ അടുത്ത വെർഷനാണ് ഇന്ന് സ്ക്രീനിൽ കാണുന്ന ഇൻഡിക്കേറ്ററും ടേബിളും. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി നോക്കാം. മാർക്കറ്റ് ആസ് യൂഷ്വൽ എല്ലാ ദിവസവും പറയുന്ന പോലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. 9:15 മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റിൽ എന്താ ഉണ്ടാവുക? സ്കാനർ കാൻഡിൽ. ആ കാൻഡിൽ യെല്ലോ കളർ ആയിരിക്കും. എല്ലാ 3 മിനിറ്റിലും സ്കാനർ കാൻഡിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ ആൽഫ സിഗ്നൽ വരുന്നത് 9:29 എല്ലാ ദിവസവും 9:29 കാൻഡിലിൽ ആൽഫ സിഗ്നൽ വരും. 9:30 ആ കാൻഡിൽ ക്ലോസ് ചെയ്യുന്ന നേരത്ത് ഏതാണോ സ്ട്രൈക്ക് അവിടെ സസ്റ്റെയിൻ ആയത് അതാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. പുതിയ ഇൻഡിക്കേറ്ററിൽ നമുക്ക് അതിന് മുമ്പ് എന്ത് വരും? ആൽഫ പ്രിലിമിനറി. കേൾക്കുന്നില്ല? ആൽഫ പ്രിലിമിനറി. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു എടുക്കാൻ പോണതിന്റെ ഒരു ഇതാണ്. യെസ്, എടുക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു സൂചന. ഇന്ന് ഏതായിരിക്കും പറഞ്ഞത്? ഏതാണ്? 25,550 CE. അതെ, ഇതുവരെ ഉള്ളത് വെച്ചിട്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് ആ 9:29 കാൻഡിൽ പറയുന്നത് 25,550 CE ആണ് വരാൻ സാധ്യത. നമുക്ക് ആ കാൻഡിൽ ക്ലോസ് ആവട്ടെ, ഏതാ വരാൻ നോക്കുക. ടേബിളിൽ എന്താ കാണുന്നത്? ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത്? ടേബിളിൽ മൊത്തം ബെയറിഷ് ആണ് കാണിക്കുന്നത്. ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബെയറിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബെയറിഷ് ആണ്, പിന്നെ സീറ്റ ബെയറിഷ് ആണ്, സിഗ്മ ബെയറിഷ് ആണ്. വോളിയം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. യെസ്, ഇത്ര ദിവസം അവിടെ വോളിയം റെഡും ഗ്രീനും ആണ് കാട്ടാറ്. ഇപ്പം അത് വോളിയം വെയിറ്റ് എന്നുള്ള നിരക്കാണ് വരുന്നത്. അത് വോളിയം ത്രൂ ആയി കഴിഞ്ഞാൽ, വോളിയം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ സിഗ്നൽ വെയിറ്റ് എന്നുള്ളത് മാറും. നോക്കാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, കാൻഡിൽ ക്ലോസ് ആവുന്നു, സമയമായി, കാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ ഏതാ സ്ട്രൈക്ക് വന്നത്? 25,550 CE. 25,550 CE തന്നെയാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണല്ലോ ആദ്യം പറഞ്ഞത്. അതെ, ആ ഇൻഡിക്കേറ്റർ തന്നെ കാട്ടി, ആ സിഗ്നൽ തന്നെയാണ്, സ്ട്രൈക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. സമയം 9:30 ക്ലോസ് ആയി. 9:29 കാൻഡിൽ ക്ലോസ് ആയി. 30:31 കാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. ആ നേരത്ത് നിലനിൽക്കുന്ന ഇതാണ്. ടേബിൾ ഒന്ന് റീഡ് ചെയ്ത് പറയും. ഇവിടെ സുദർശൻ ഇവിടെ ട്രേഡ് എടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? കാരണം നമുക്ക് വന്നേക്കുന്നത് കോളാണ്. ട്രെൻഡ് ബിയറിഷ് ആണ് കാണിക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബിയറിഷ് ആണ്, പവർ ഓഫ് കൺട്രോളും ബിയറിഷ് ആണ്, പിന്നെ സീറ്റ സിഗ്മ അതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പോ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. സ്ട്രെങ്ത് എന്താണ് സിഗ്നലിന്റെ? വീക്കാണ്. ഇവിടെ ഓളത്തിന്റെ അവിടെ എന്താ പറയുന്നത്? സെല്ലാണ് പറയുന്നത്. നമുക്ക് വന്ന സിഗ്നൽ എന്താണ്? കോളാണ്. ഇവിടെ എന്താ പറയുന്നത്? സെല്ലാ പറയുന്നത്. അപ്പം നമുക്ക് കോളിന് അനുകൂലമല്ല എന്ന് ഇവിടുന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് എടുക്കാണ്ട് നിൽക്കുന്നതെന്ന്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ടേബിളിൽ ഇതാണ് റീഡിംഗ് എന്നുണ്ടെങ്കിൽ, അന്ന് വന്നത് കോളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പക്ഷെ അതിനു മുമ്പ്
നമുക്ക് സ്ട്രൈക്കിൽ ഇത് വന്നു, ഇൻഡെക്സിൽ ഇത് വന്നു, ഇത് നമ്മൾ സ്ട്രൈക്കിലേക്ക് ഇട്ട് നോക്കണ്ടേ? അതെ അതെ നോക്കണം. സ്ട്രൈക്കിലേക്ക് നമ്മൾ മാറി നോക്കുന്നു, സ്ട്രൈക്കിൽ പ്ലേ ചെയ്യുന്നു. സ്ട്രൈക്കിൽ നമുക്ക് 9.29 തന്നെയാണ് അത് വരിക, വേറൊരു നേരത്ത് വരില്ല. കാരണം അത് അതിൻ്റെ പാരലാണ്, പാരാണത്. 9.15 മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ? ഒക്കെ ബെയറിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. എല്ലാം ബാരിഷാണ്. സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്താണ്? വീക്കാണ്. വീക്കാണ്. സീറ്റ സിഗ്മ വീക്കാണ്, നെഗറ്റീവാണ്, ട്രെൻഡ് ബാരിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്കാണ്. ആകെ ഇവിടെ ഒരു പോസിറ്റീവ് എന്താ കാണുന്നത്? വോളിയം. അപ്പൊ വോളിയം ഏതിന്റെ? ഈ കോളില് 25,550 കോളിലെ വോളിയം വീക്കല്ല, പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് വന്നത് കോൾ ഇതായതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ചെറിയൊരു സാധ്യത ഉണ്ട്. ഇത് ഓർഡർ എക്സിക്യൂട്ട് ഇവിടെ സമയത്രേ ഇപ്പോൾ 9:18 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 9:18 ഇത് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് ഈ സ്ട്രൈക്കാന്ന് അറിയുന്നത് എപ്പോഴാണ്? ഇൻഡെക്സിൽ 9:29 9:29 ഇവിടെ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് നമുക്ക് ഈ സ്ക്രീൻ ഇപ്പം നമ്മൾ കാണുന്നതല്ലാണ്ട് ഒരു ട്രേഡർക്ക് ഈ സ്ക്രീൻ കാണില്ല. കാരണം അയാൾക്ക് ഏതാണ് സ്ട്രൈക്ക് എന്ന് അറിയുന്നത് തന്നെ 9:30 അപ്പോൾ 9:30 മുമ്പ് ഇവിടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ കാണാൻ പോകുന്നില്ല, നമ്മൾ അറിയാൻ പോകുന്നില്ല. നമ്മൾ അറിയുന്നത് എപ്പോഴാ? 9:29 9:29 വന്നു, ഇവിടെ സിഗ്നൽ വന്നു. സിഗ്നൽ വന്നപ്പോൾ ബൈ പ്രൈസ് എത്രയാ? 49 ആണ്. 49. പിന്നെ ടാർഗറ്റ് എത്രയാ? 55. സ്റ്റോപ്പ് ലോസ് എത്രയാ? 43. ഇവിടെ എന്താ ഇപ്പം കാണുന്നത്? ഇതാണ് ഒരു ട്രേഡർ അയാൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് 25,500 കണ്ടു കഴിഞ്ഞ് അയാൾ സ്ട്രൈക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ കാണുന്ന ടേബിൾ എങ്ങനെയാണ്? ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഇത്ര ദിവസം ഉപയോഗിച്ച പഴയ ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഇതില് എന്താ ഇതിൽ പറയുന്നത്? ട്രെൻഡ് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ എന്താണ്? പവർ ഓഫ് കൺട്രോൾ ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്കാണ്. സീറ്റ നെഗറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, വോളിയം പോസിറ്റീവ് ആണ്. സ്കോർ എത്രയാ? 1/3. അപ്പം 1/3 സ്കോർ ഉണ്ട്. വോളിയം നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ്, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. ബൈ പ്രൈസ് 49 ആണ്, ടാർഗറ്റ് 55 ആണ്. നമുക്ക് ഇത് വന്നു, പക്ഷെ ഓർഡർ എക്സിക്യൂട്ട് ആയോ? ഇല്ല. എന്തുകൊണ്ടാണ് എക്സിക്യൂട്ട് ആവാത്തത്? സ്ട്രെങ്ത് വീക്കാണ്, ബാക്കി എല്ലാം നെഗറ്റീവ് ആണ്. വോളിയം ഉണ്ട്. വോളിയം ഉള്ള സ്ഥിതിക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവണ്ടേ? ആവണം. നോക്കാം, മുന്നോട്ട് പോയി നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. 9:31 കഴിഞ്ഞു, 9:32, 9:33 ആകുമ്പോൾ വോളിയം എന്തായി? വോളിയം നെഗറ്റീവായി. സ്കോർ എന്തായി? 0 ആയി. മൊത്തത്തിൽ എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഫുൾ വീക്കായി. 3 ഡോട്ട്സും റെഡാണ്. ബാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ റെഡായി. നമുക്ക് വന്നത് എന്താണ്? കോളാണ്. വോളിയം കൂടി ഇല്ല, വന്നത് കോളാണ്. മൊത്തത്തിൽ റെഡാണെങ്കിൽ ഇത് മേലോട്ട് ഇന്ന് കയറോ? ഇല്ല. നമുക്ക് ആദ്യത്തെ എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ ഓർഡർ നമ്മളെ ബൈ പ്രൈസിലേക്ക് വരേണ്ടത്? 5 മിനിറ്റ്. ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ വന്നാൽ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യത ഒരു 70-75% ഉണ്ട്. സമയം ഇപ്പം എത്രയായി? 32 കഴിഞ്ഞ്. നമുക്ക് 5 മിനിറ്റ് ഒന്ന് നോക്കുക, അത് കയറോ? വോളിയത്തിൽ വോളിയം പിന്നെയും ഡെവലപ്പ് ആവുന്നുണ്ട്, വോളിയം പിന്നെയും ഇതാവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. വോളിയം പിന്നെയും പോസിറ്റീവ് ആവുന്നുണ്ട്, വോളിയം പിന്നെയും നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു അൺസർട്ടിനിറ്റി ഉണ്ട്. ഇവിടെ ഒരു കൺഫർമേഷൻ നടക്കുന്നില്ല. സ്കോർ 0 തന്നെയാണ്. ഇപ്പം സമയത്രയായി? 9:42 5 മിനിറ്റും കഴിഞ്ഞ് എത്ര മിനിറ്റായി? 10 മിനിറ്റും കഴിഞ്ഞ് 12 മിനിറ്റും കഴിഞ്ഞ് ഇപ്പം 15 മിനിറ്റിൻ്റെ അടുത്തെത്തി. 9:47 കഴിഞ്ഞ് 48 കഴിഞ്ഞ് 9:49 ആയി. 9:50, 52. ഇത് എത്ര മിനിറ്റ് വരെ നമ്മൾ നോക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റ് വരെ ആണ് നമ്മൾ നോക്കേണ്ടത്. 6ഉം 7ഉം പിന്നുള്ള 2 മിനിറ്റും കൂടി നമുക്കൊരു ഗ്രേസ് പീരീഡ് പോലെ കൊടുക്കുക. 7 മിനിറ്റിൻ്റെ ഉള്ളിലെങ്കിലും നമ്മളുടെ ഓർഡർ പ്രൈസിലേക്ക് നമുക്ക് ബൈ ചെയ്യേണ്ട പ്രൈസിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ റിസ്ക് ഫാക്ടർ വളരെ കൂടാണ്. പ്രത്യേകിച്ച് ഇവിടെ വോളിയം തീരെയില്ല. ഈ സ്ട്രൈക്ക് മൊത്തത്തിൽ നെഗറ്റീവാണ് കാട്ടുന്നത്. 10 മണി ആയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇതിൻ്റെ വാലിഡിറ്റി തീർന്ന് പിന്നെ നമ്മൾ സ്ട്രൈക്ക് എടുക്കാണ്ട് നിൽക്കുന്നതാണ് യുക്തി. ഇപ്പം സമയത്തരെ
10:08 10:08 10 മണിക്കും ഇത് നെഗറ്റീവ് തന്നെയാണ്. 10 മണിക്കും നമ്മൾ ബൈ പ്രൈസിന്റെ ലെവലിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം? ട്രേഡ് എടുക്കണ്ട. ഇന്ന് ട്രേഡ് എടുക്കരുത് അല്ലേ? അതെ അങ്ങനല്ലേ ചെയ്യേണ്ടത്? അതെ നമുക്ക് ട്രേഡ് എടുക്കണം എന്നുള്ള വാശിയാണോ, നിർബന്ധമാണോ? അല്ല. അല്ല. എടുക്കുന്ന ട്രേഡ് എന്താവണം? പ്രോഫിറ്റ് ആവണം. അപ്പം എല്ലാം അനുകൂലമാണ്. നമുക്ക് ഓക്കെ, ഈ ട്രേഡ് നമ്മൾ എടുത്താൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അന്ന് ട്രേഡിൽ നിന്ന് മാറി നിൽക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പം ഇന്നത്തെ നിഫ്റ്റി 50 ഇതിൻ്റെ അനാലിസിസ് ഇതുവരെ ഉള്ളൂ. ഇങ്ങനെയാണ്. സോ താങ്ക് യു. അപ്പം ഇന്ന് 2 ആൾക്കാർ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് ഈ ട്രേഡ് വാച്ച് ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ കോഴിക്കോട് വന്നതായിരുന്നു. ഇവിടെ താമസിച്ചിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികളാണ്. അവർ നല്ല ട്രേഡേഴ്സായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.